Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 എക്കണോമിക്സ് എല്ലാ ഇയറും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടുവരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 6 മാർക്ക് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആണ് കേട്ടോ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് GDP, എങ്ങനെയാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CA ബാച്ചിൻ്റെ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് നമ്പർ കൂടെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 7012787895. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് GDP കാൽക്കുലേഷൻ എന്നുള്ളത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് GDP എന്നുള്ളത്. ബിക്കോസ് എല്ലാ എക്സാമിനും 3 മാർക്കിന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ഡെഫിനിഷനാണ് GDP അല്ലേ. അപ്പോൾ GDP ഈസ് ദി ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദി ഡൊമസ്റ്റിക് ടേഴ്സറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ. ഓക്കെ, അപ്പോൾ ഡെഫിനേഷൻ ഞാനിവിടെ വായിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുമ്പായിട്ട് അക്കൗണ്ടിങ് ഇയർ എന്നുള്ളത് എന്താണെന്ന് അറിയണം. അക്കൗണ്ടിങ് ഇയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏപ്രിൽ 1 തൊട്ട് അടുത്ത വർഷം മാർച്ച് 31 വരെ ആയിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ GDP എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ പ്രകാരം ഒരു വർഷം നമ്മൾ ഉണ്ടാക്കുന്ന ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മണി വാല്യൂ ആണ് നമ്മൾ GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് വിളിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് GDP കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫോർമുല ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. GDP = CI+G+X-M ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് C എന്താണെന്ന് അറിയണം അല്ലേ. C എന്ന് വെച്ചാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്, I എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആണ്, G എന്ന് വെച്ചാൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആണ്, X എന്ന് വെച്ചാൽ എക്സ്പോർട്ട് അഥവാ കയറ്റുമതി, M എന്ന് വെച്ചാൽ ഇമ്പോർട്ട്സ് അഥവാ ഇറക്കുമതി. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ഫോർമുല പഠിക്കുക. GDP = C+I+G+X-M. ഒരുപാട് സ്റ്റുഡൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ജസ്റ്റ് ഫോർമുല മാത്രം പഠിക്കും. അങ്ങനെയല്ല, അതിന് മുമ്പ് നിങ്ങൾക്ക് C എന്താണ്, I എന്താണ്, G എന്താണ്, അങ്ങനെ എല്ലാ കാര്യവും നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് GDP ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും GDP കാൽക്കുലേറ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എമൗണ്ടും വിത്ത് ഐറ്റം കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐറ്റം കൺസംഷൻ അഥവാ C എന്ന് പറയുന്നത് 500 ആണ്. ഇവിടെ കോടികളാണ് കേട്ടോ. CR എന്ന് വെച്ചാൽ ക്രോർ എന്നാണ് അർത്ഥം. സോ കോടികളുടെ കണക്കിലാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. കൺസംഷൻ എന്ന് പറയുന്നത് 500, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 200, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 150, എക്സ്പോർട്ട് എന്ന് പറയുന്നത് 100, ഇമ്പോർട്ട് എന്ന് പറയുന്നത് 50. സോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കൺസംഷൻ അഥവാ C, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ I ആണ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ G ആണ്, എക്സ്പോർട്ട് എന്ന് വെച്ചാൽ X ആയിരിക്കും, ഇമ്പോർട്ട് എന്ന് വെച്ചാൽ M ആയിരിക്കും. സോ എങ്ങനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി ഞാൻ ഇവിടെ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ് CRൻ്റെ കണക്കിലാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ CR കൺസിഡർ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് എന്താണോ ക്വസ്റ്റ്യൻ അതെടുത്ത് എഴുതുക. ദെൻ ആൻസർ കിട്ടുമ്പോൾ ലാസ്റ്റ് ടൈം CR ആണെങ്കിൽ CR എന്ന് സൈഡ് എഴുതി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, നമുക്ക് ആൻസർ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. GDPൻ്റെ ഫോർമുല ഓൾറെഡി പറഞ്ഞു അല്ലേ. GDP = C+I+G+X-M ആണ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് GDP പറഞ്ഞ് എഴുതി കൊടുക്കുന്നുണ്ട്. C എന്ന് പറയുന്നത് എത്രയാണ്, 500 ആണ്. സോ 500. I എന്ന് പറയുന്നത് 200 ആണ്. സോ 200 എന്ന് എഴുതി കൊടുത്തു. G എന്ന് പറയുന്നത് 150 ആണ്. 150 എഴുതി കൊടുത്തു. ദെൻ പ്ലസ് എന്ന് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സ്പോർട്ട് അല്ലേ അഥവാ X എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100 എന്ന് ഇട്ട് കൊടുക്കുക. ഇമ്പോർട്ട് അഥവാ M എന്ന് പറയുന്നത് 50 ആണ്. സോ 100 - 50 എന്ന് ഇട്ട് കൊടുത്തു. ദെൻ GDP = നമ്മളിതെല്ലാം 3 കറക്റ്റായി എഴുതി കൊടുക്കുക. ദെൻ 100 - 50 എന്ന് പറയുന്നത് എത്രയാണ്, 50 തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം. GDP = എന്ന് പറഞ്ഞിട്ട് 500 + 200 എന്ന് പറയുമ്പോൾ 700, 700 + 150 എന്ന് പറയുമ്പോൾ 850, 850 + 50 എന്ന് പറയുമ്പോൾ 900. സോ GDP എന്ന് പറയുന്നത് 900 ആണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് CRൻ്റെ ബേസിലാണ് അല്ലേ, അഥവാ കോടികളുടെ ബേസിലാണ്. സോ നമ്മൾ ഇതേ തന്നെ ചെയ്യാം. ദെൻ ലാസ്റ്റ് ആൻസർ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആൻസറിൻ്റെ കൂടെ നമ്മൾ CR എന്നും കൂടെ
ആഡ് ചെയ്യണം. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. സോ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ഫോർമുല പഠിക്കുക. ദെൻ ഈ ഫോർമുല സി എന്ന് വെച്ചാൽ എന്താണ്, ഐ എന്താണ്, ജി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ GDP കാൽക്കുലേഷൻ. നമുക്ക് 6 മാർക്കിന് വരെ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എഗെയിൻ ഓർമ്മപ്പെടുത്താൻ, ഇത് മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം, ഡെഫിനിഷൻ കൂടെ പഠിക്കണം. ഡെഫിനിഷനും 3 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൃത്യമായി ലഭിക്കാനായി ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.